ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളും ക്രിസ്മസൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഞങ്ങൾക്ക് ഇത്തവണ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇസ നല്ല ഹാപ്പി ആയിരുന്നു. അവളെ കുറേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ ലൈറ്റൊക്കെ കാണുമ്പോഴും ഒക്കെ അവൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ജോജുമ്മ ഞങ്ങൾക്ക് പാലപ്പവും ചിക്കൻ തോരനും വെജിറ്റബിൾ സ്റ്റൂവും ആയിരുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ തോരൻ ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജോജുമ്മ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നമ്മുടെ വ്യൂവേഴ്സിനും കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോജുമ്മ പറഞ്ഞു, ആ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതും അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമല്ല, ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഇത്രയും ടൈറ്റായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ കപ്പി കാച്ചുക എന്നാണ് പറയുക. അങ്ങനെ ഇത്രയും ടൈറ്റായിട്ട് അതിനെ കുറുക്കിയെടുത്തു. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടി, 2 കപ്പില്ല, ഏകദേശം ഒരു 1.5 കപ്പ്. അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കുറച്ചുകൂടെ വേണമെന്ന് തോന്നാൻ ഇത്തിരിയുടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ടിയിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതേപോലെ അത്യാവശ്യം നല്ല കുഴിയുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് പൊന്തും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചിരവിയതാണ് വേണ്ടത്. തേങ്ങ ചിരവിയത് ഒരു 3 ടേബിൾ സ്പൂൺ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതും നല്ല പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന മാവിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും 1 മണിക്കൂർ ആകുമ്പോഴത്തേനും നന്നായിട്ട് പൊന്തി വരും. തലേദിവസം അരി കുതിർത്ത് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിൽ തന്നെ നമുക്ക് അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചിക്കൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. കുറച്ചധികം ചെറിയുള്ളി വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇതേപോലെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് നടുകീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വറ്റൽമുളകും വേപ്പിലയും ഈ ഒരു തേങ്ങാക്കൊത്തും ഒക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം.
ചെറിയുള്ളി ഇങ്ങനെ ഭയങ്കര ക്രഷായിട്ട് പോരുത്, ഒന്ന് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെയുള്ളൊരു കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒരു അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. വലിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്, ഈ ഒരു സൈസിലുള്ള പീസസ് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഈ ഒരു റെസിപ്പിയിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷമാണ് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാവും. അങ്ങനെ അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചുകൂടെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയും പിന്നെ നമ്മുടെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കറി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു കളറായിട്ടുണ്ടാവും. നമ്മുടെ പൊടികളുടെയും എല്ലാം കൂടെ നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് തോരനാണല്ലോ, അപ്പോൾ എന്തായാലും തേങ്ങ ചിരവിയത് വേണമല്ലോ. അപ്പോൾ തോരൻ ആ ഒരു തേങ്ങയുടെ അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം തേങ്ങ ചിരവിയത് വേണം. ഒരു തേങ്ങ ചിരവിയതും അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത്, ഇത്രയും ഐറ്റംസ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കൂലേ, അത്രയ്ക്കും ആവരുത്, ഒന്ന് തോരനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേ തേങ്ങ, അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നു, ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ, ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. കേട്ടോ, ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ഗോൾഡൻ ബ്രൗണിലേക്കൊന്നും പോയിട്ടില്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു പരുവത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതിലിങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, തോരനായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചാറൊക്കെ നന്നായി വറ്റിയിട്ടായിരിക്കണം ചിക്കൻ വെന്ത് വരുന്നത്. ആ സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു എടുത്തു വരുമ്പോൾ തേങ്ങ ചിരവിയതും തേങ്ങയുടെ ഈ ഒരു മിക്സും ചിക്കനും ഏകദേശം ഈക്വൽ പോർഷൻസ് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കഴിക്കണ സമയത്ത് അത്രയും തന്നെ ഈ തേങ്ങയുടെ ഈ ഒരു പാർട്ടും ചിക്കൻ്റെ പാർട്ടും ഒരേപോലെ ഉണ്ടാവും നമുക്ക് കഴിക്കാൻ വേണ്ടി.
ഇതിപ്പോൾ നമ്മളിത് പാലപ്പത്തിൻ്റെ കൂടെയാണല്ലോ കഴിച്ചത്. എനിക്ക് തോന്നുന്നത് പത്തിരിയുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ തോരനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ തോരൻ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തോരൻ. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പാലപ്പം എന്തായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ട മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കുറച്ച് സമയമായിട്ടുള്ളൂ, 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് പാലപ്പം ഉണ്ടാക്കാം. പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചൂട് നോക്കണം, എന്നാലാണ് നല്ല ബബിൾസൊക്കെ വന്നിട്ടുള്ള നല്ല പാലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഭയങ്കര ഹൈ ഫ്ലെയിമായി കഴിഞ്ഞാൽ ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും. ലോ ഫ്ലെയിമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബബിൾസ് വരില്ല. അപ്പോൾ ആ ഒരു മീഡിയം ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല മീഡിയം ചൂടും, ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ജസ്റ്റ് അതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം, എന്നിട്ട് അതിനെ ലോ ആക്കി വയ്ക്കുക. അങ്ങനെ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് എല്ലാ അപ്പവും നല്ല രസമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു. സ്റ്റൂ ഇല്ലാതെ നമുക്കൊരു ക്രിസ്മസ് ഇല്ലല്ലോ, അങ്ങനെ സ്റ്റൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി, ലഞ്ചൊക്കെ നമുക്ക് പുറത്തായിരുന്നു. അങ്ങനെ നല്ല അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസിക്കുകയാണ് ഞാൻ ഇൻ അഡ്വാൻസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അമ്മ ഇന്നാൾ കളിച്ച ഡാൻസ് ഇല്ലേ, ഇന്നാൾ കളിച്ച ഡാൻസ് അന്നത്തെ നമ്മ ആ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ കളിച്ചില്ലേ, കമ്പ് അങ്കിൾ സാന്റാക്ലോസ്.